മോക്ഷദുഃഖം. അപ്പാ, പടിപ്പുരയില് ഒരു നിവേദന സംഘം എത്തിയിരിക്കുന്നു. കണിമംഗലത്തെ അമ്പലവാസികളും പിന്നെ ചില പറകൊണ്ടും മരകൊണ്ടും ഒക്കെയാ. ഇക്കുറിയെങ്കിലും ഉത്സവം നടത്താൻ സഹകരിക്കണമെന്ന്. 16 വർഷമായി അക്കരക്കാവിലെ ഉത്സവം മുടങ്ങിയിട്ട്. ഇക്കാലം മുഴുവൻ അപ്പൻ ഇടം കണ്ണുകൊണ്ട് കണ്ടു കണിമംഗലത്തിന്റെ നാശം. തീർന്നിട്ടില്ല. കോവിലകം നിലംപൊത്തണം. അതിന്റെ താറമാന്തി നിരത്തണ കാഴ്ചയും അപ്പനെ കാണണം. നിഷ്ഠയും ചര്യയും തെറ്റാതെ ഞാൻ ഊട്ടുന്ന എന്റെ ചാത്തന്മാരുടെ തുണയുണ്ടെനിക്ക്, ബലമുണ്ടെനിക്ക്. മംഗലം, നിങ്ങൾ അവിടെ ഇരിക്കണമേ. മനുഷ്യനാൽ കുറച്ചൊക്കെ ധൈര്യം വേണം. എടോ നമ്പീശ, ഇവിടുന്ന് ഇറങ്ങി അക്കരെത്തിക്കോട്ടെ. എന്റെ ധൈര്യം തനിക്ക് ഞാൻ സ്വകാര്യമായിട്ട് കാണിച്ച കേട്ടോ. ആന്നേ കൊറേ നേരം എന്റെ നേർക്കിട്ട് തിരിയണ്. എനിക്ക് ഇത്ര പേടിയുണ്ട്. അത് നേരാ. അല്ല, എന്താ സാരി നിങ്ങൾക്കില്ലേ? എന്താ ധൈര്യോ അതോ പേടിയോ? ഇപ്പഴെന്താ മനസ്സിൽ അത് പറയൂ. അതിപ്പോ പേടിന്ന് വിളിക്കാൻ പറ്റുമോന്ന് ചോദിച്ചാ പേടിയല്ല, ഒരു ഭ്രമം, ഒരുതരം പരിഭ്രമം. സംസ്കൃതത്തിൽ പറയണ്ട, ഈ ഭ്രമത്തിന് തന്നെ മലയാളത്തിൽ ഞങ്ങൾ പേടി എന്ന് പറയണത്. അയ്യ, നമ്മളെന്താ വല്ല മോഷ്ടിക്കാൻ വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലാൻ വന്നു? മൂപ്പരെ കാണുമ്പോ പറയാനുള്ള പറയുന്നു, തിരിച്ചു പോണു. അല്ലാതെ ഇങ്ങനെ പേടിക്കാൻ കൊളപ്പുളി അപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ വല്ല കൊമ്പനാണോ? കൊമ്പനാ, കൊലകൊമ്പൻ. തളയ്ക്കാൻ കണിമംഗലത്തുകരയിൽ ആൺകുട്ടികളുണ്ടോ? ഉണ്ടോടോ? നാക്കിറങ്ങി പോയടോ എല്ലാത്തിന്റെയും. അപ്പുട്ടിയും പേരെ, വിവരക്കേട് സമയം നോക്കാതെ നാക്കിൽ മുളയ്ക്കുന്ന സൂക്കറുണ്ട് എനിക്ക്. നിങ്ങൾ വലിയ കരളിന്റെ കുരുക്കളല്ലേ? ക്ഷമിച്ചേ. കരളിയല്ല, കളരി. എന്താ കണിമംഗലത്തുകാര് രാവിലെ കുളപ്പുള്ളി പടിപ്പുരയിൽ? പടിപ്പുരയ്ക്ക് ഇപ്പുറം കാറ്റാൻ യോഗ്യതയുള്ള ഒരുത്തനും കൂട്ടത്തിൽ കണ്ടില്ല. അതാ അവിടെ നിർത്തിയത്. എന്താ പറയാനുള്ള വെച്ചാ പറയാം. ചാർജ് മാഷേ അങ്ങോട്ട് കേറിയെന്ന് പറഞ്ഞു. പറയാനുള്ളത് തമ്പുരാൻ അറിയാവുന്ന കാര്യം തന്നെയാണേ. ഇക്കുറി അവിടുന്ന് ദയവ് കാട്ടണം. കണിമംഗലത്തെ കാവിൽ ഉത്സവം നടക്കണം. ഇത് 16ാമത്തെ വർഷാ ഉത്സവം തുടങ്ങിയിട്ട്. ഇക്കഴിഞ്ഞ കാലം അത്രയും അതിന്റെ ദുരിത ഫലങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. പുഴയ്ക്കച്ചുള്ള ഓരോ മനുഷ്യജീവനും ദേവീ കോപത്തിന്റെ ചൂടറിഞ്ഞവരാ. ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരായ കണിമംഗലം തറവാടിന്റെ സ്ഥിതി ഞങ്ങള് പറയാതെ എന്നെ തമ്പുരാനും അറിയാലോ. ക്ഷയിച്ചു. അവകാശികളായ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും ദൂരെ പട്ടണത്തിൽ സ്ഥിരതാമസമായി. നിത്യപൂജയും തേവാരവും ഇല്ലാത്ത പൊളിഞ്ഞ അമ്പലം, ആളും കൂട്ടവും ഇല്ലാത്ത കോലവും. ആകപ്പാട് ഒരു നാഥനില്ലായ്മ. തമ്പുരാനൊന്ന് മനസ്സ് വെച്ച ഒരു പരിഹാരമായി. പഴയതെല്ലാം ഞങ്ങൾക്കറിയാം തമ്പുരാൻ. ദത്തൻ തമ്പുരാൻ കാണിച്ച കടുങ്കൈ ഈ മുഖത്ത് ഇപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്. ആ ചെയ്തതിന് മൂപ്പർക്ക് കിട്ടിയില്ലേ? ദത്തൻ തമ്പുരാൻ ഭ്രാന്തളിക്ക് ഓടിപ്പോയിട്ട് വർഷം 10-15 ഇന്നിപ്പോ ജീവനോടെ ഉണ്ടോന്നൊക്കെ ആർക്കറിയാം. മറക്കാനും പൊറുക്കാനും ഉള്ള മനസ്സ് കൊളപ്പള്ളി കോലോക്കാര് കാട്ടണം. ഇക്കുറി തിരുവാഭരണങ്ങൾ ഏടത്തിക്കാവിൽ നിന്നും അക്കരയ്ക്ക് കൊടുത്തയക്കാൻ അവിടെ നിന്ന് അനുവാദം കൊടുക്കണം. മതി, കൂടുതൽ നീട്ടണ്ട. 16 കൊല്ലം മുമ്പ് നെറ്റി വിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു ഞാൻ. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എന്നാ പോയിക്കൊള്ളൂ. ഇനി ഈ ആവശ്യവും പറഞ്ഞോണ്ട് ഈ പടിക്കകത്ത് കയറരുത്. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാവട്ടെ. ആ കോവിലകത്തിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ. എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. പോവാം. ഇനി ഒന്നും പറയാനില്ല, കേൾക്കാനും. എന്താടോ, കേട്ടില്ലേ? ഇനിയിപ്പോ തമ്പുരാനെ വല്ലതും പറയാനുണ്ടോ? അതുകൂടെ കേട്ടിട്ട് പോവാ.